ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എട്ടാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എട്ടാമത്തെ ടെസ്റ്റ് പേപ്പർ എന്ത് റിലേറ്റഡ് ആയിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് റിലേറ്റഡ് ആയിരുന്നു അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എട്ടാമത്തെ ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ ഇട്ടിരുന്നത്. സോ അപ്പോൾ ആ ചോദ്യ പേപ്പറിൽ ചോദ്യങ്ങൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് 25,000 ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇസ് 20,000 ഫൈൻഡ് ദ ലോസ് പെർസെന്റേജ് അല്ലേ? ഇപ്പൊ നമുക്കറിയാം 25,000 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിറ്റ വിലയാണ് അല്ലെ? അപ്പൊ 25,000 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം നമ്മൾ 20,000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് ആണ് സംഭവിക്കുക എന്നുള്ളത് അറിയാം അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. എത്ര രൂപ ലോസ് ഉണ്ടായി അതെങ്ങനെ കണ്ടുപിടിക്കുക? ലോസ് കണ്ടുപിടിക്കാനുള്ള സാധനം എന്താണ്? ലോസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ മതി അല്ലേ? ഇവിടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കുമല്ലോ കൂടുതൽ. അപ്പൊ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ? 25,000 ആണ് അല്ലെ? ഈ 25,000 മൈനസ് 20,000. 25,000 മൈനസ് 20,000 ആൻസർ എത്രയായിരിക്കും വരിക? ഇറ്റ് ഈസ് 5,000 അല്ലെ? അപ്പൊ 5,000 രൂപയായിരിക്കും ഇവിടുത്തെ ലോസ് ആണല്ലോ. ഈ 5,000 രൂപ ലോസ് സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്തിന് പുറത്താണ് നമുക്ക് ലോസ് ഉണ്ടാവുന്നത്? നമ്മുടെ വാങ്ങിയ വിലയുടെ പുറത്തായിരിക്കും എപ്പോഴും ലോസും. ലാഭം ഉണ്ടാവുകയാണെങ്കിലും നഷ്ടം ഉണ്ടാവുകയാണെങ്കിലും സംഭവിക്കാം. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും സംഭവിക്കാം. ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് ഇക്വേഷൻ. ഇവിടുത്തെ ലോസ് എത്രയാണ്? 5,000 രൂപയാണ് അല്ലെ? അപ്പൊ 5,000 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഇവിടെ നമുക്ക് 25,000 ആണ് അല്ലെ? അപ്പൊ 5,000 ഡിവൈഡഡ് ബൈ 25,000 ഇൻറ്റു 100 എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. 25,000ത്തിന് എത്ര ശതമാനമാണ് 5,000 എന്ന് നോക്കിയാലും മതി. 25,000ത്തിന് എത്ര ശതമാനമായിരിക്കും 5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 25,000ത്തിന് 10% 2,500 ആയിരിക്കും. അപ്പൊ 5,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,500ന്റെ ഇരട്ടി അല്ലെ? 2,500ന്റെ ഇരട്ടി എത്രയാ? 5,000 എന്ന് പറയുമ്പോൾ 2,500ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 10%ത്തിന്റെ ഇരട്ടി ആയിട്ടുള്ള 20% ആയിരിക്കും ഇവിടെ ആൻസർ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെറുതാക്കാം. ഇവിടെ 0 വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാം അല്ലെ? 2,500 5,000 എത്ര പ്രാവശ്യം പോവും? 2 വട്ടം പോവും. 2 × 10 എന്ന് പറയുമ്പോൾ എത്ര വരാം? 20% ആയിരിക്കും വരാം. അപ്പൊ ഇവിടുത്തെ ലോസ് എത്രയാണ്? 20% ആയിരിക്കും. 20% ആയിരിക്കും ഇവിടുത്തെ ലോസ് അഥവാ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ ഇത്ര മാത്രമേ. ലോസ് പെർസെന്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യം നോക്കൂ. എന്താണ്? ദ കോസ്റ്റ് പ്രൈസ് ഓഫ് an article is 25,000 അല്ലെ? വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ സോ ദാറ്റ് there is a profit of 15%. നമുക്ക് എത്ര ശതമാനം ലാഭം വേണം? 15% ലാഭം വേണം. എങ്ങനെയാണ്? എന്തിന്റെ 15% നമുക്ക് ഇവിടെ ലാഭമായിട്ട് കിട്ടുക? ഞാൻ വാങ്ങിയ വിലയുടെ 15% ലാഭമായിട്ട് കിട്ടുക എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് അല്ലെ? കോസ്റ്റ് പ്രൈസ് എത്രയാണ് ഇവിടെ? 25,000 ആണ്. അതിന്റെ 15% എത്രയായിരിക്കും ആലോചിച്ച് നോക്കുകയും. 25,000 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ് അല്ലെ? കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 25,000. ഇതിന്റെ 15% ആണ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് വേണ്ടത്. അപ്പൊ എത്രയായിരിക്കും 25,000ന്റെ 15%? 25,000ന്റെ 15% എന്ന് പറയുമ്പോൾ 25,000ന്റെ 10% എത്രയാ? 2,500 ആണ് അല്ലെ? 2,500 ആയിരിക്കില്ലേ 10%? 15% മീൻസ് 2,500 പ്ലസ് 2,500ന്റെ പകുതി എത്രയാ? 1,250. 2,500ഉം 1,250ഉം കൂടെ കൂട്ടി എത്ര കിട്ടാം? ഇറ്റ് ഈസ് 3,750. അപ്പൊ പ്രോഫിറ്റ് എത്രയാണ്? 3,750 രൂപയാണ് അവിടുത്തെ പ്രോഫിറ്റ്. 15% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3,750 രൂപയായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നതായിരിക്കും? കോസ്റ്റ് പ്രൈസ് പ്രോഫിറ്റും കൂടെ ചേരുന്ന സ്ഥാനത്തല്ലേ നമ്മള് സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കുക. ഞാൻ ഈ എഴുതുന്ന ഇക്വേഷൻ ഒന്നും നമ്മൾ എപ്പോഴും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നു മാത്രം. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 25,000 പ്ലസ് പ്രോഫിറ്റ് എത്രയാണ്? 3,750. എത്രയായിരിക്കും കിട്ടുക? 25,000 പ്ലസ് 3,750. 25,000 3,000 കൂട്ടി 28,000. 750 കൂടെ കൂട്ടുകയാണെങ്കിൽ 28,750 രൂപയ്ക്കായിരിക്കും അവിടെ വിറ്റിരുന്നത് അല്ലെ? എപ്പോഴും മനസ്സിലാക്കേണ്ട കേസ്, പ്രോഫിറ്റ് പെർസെന്റേജ് കാണുന്നത് എന്തിന്റെ പുറത്തായിരിക്കണം? നമ്മുടെ കോസ്റ്റ് പ്രൈസിന് പുറത്തായിരിക്കണം. ലോസ് പെർസെന്റേജ് ആണെങ്കിലും കാണുന്നത് എന്തിന് പുറത്തായിരിക്കണം? കോസ്റ്റ് പ്രൈസിന് പുറത്തായിരിക്കണം. ഓക്കെ. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? An article is sold for rupees 20,400 at a loss of 20%. What is the cost price of the article എന്നുള്ളതാണ്. 20,400 രൂപയ്ക്ക് വിറ്റപ്പോ 20% നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് ആണ് 20,400 അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 20,400 ആണ് ആണല്ലോ. യെസ്. അപ്പോ എങ്ങനെയായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മുടെ ഞാൻ വിറ്റിരിക്കുന്നത്, അപ്പൊ ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല. ആ കോസ്റ്റ് പ്രൈസിന്റെ
20% ലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് എത്രയാണോ അതിന് 20% കുറച്ച് ഉണ്ടാവും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% അല്ലേ? കോസ്റ്റ് പ്രൈസിന് 100% ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനം. സോ ആ 100% 20% ഓഫ് കോസ്റ്റ് പ്രൈസ് കുറച്ചപ്പോഴായിരിക്കും നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ എന്തായിരിക്കും? 80% ഓഫ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും അല്ലെ? നമ്മൾ വാങ്ങിച്ച വിലയിൽ നിന്ന് 20% നഷ്ടത്തിനാണ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിറ്റിരിക്കുന്നത് എന്തായിരിക്കും? 80% ഓഫ് കോസ്റ്റ് പ്രൈസിനായിരിക്കും ഞാൻ വിറ്റിട്ടുണ്ടാവുക. ആ 80% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് 20,400 അല്ലെ? അപ്പൊ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതല്ലേ ചോദ്യം. അപ്പൊ നമുക്ക് ഇതിനെ 100%ലേക്ക് എത്തിച്ചാൽ മതി. നമുക്ക് എന്തൊക്കെ ചെയ്താലാണ് 100%ലേക്ക് എത്താൻ പറ്റാം? ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 10% കിട്ടും. അപ്പൊ 10% എന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. 10% എത്രയായിരിക്കും? 10% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനം എത്രയായിരിക്കും? 20,400 ബൈ 8 വരും അല്ലെ? അപ്പൊ എത്രയാണ്? 20 18 സോ 20 പ്രാവശ്യം 2 പ്രാവശ്യം അല്ലെ? 7 16 ബാക്കി 4 44 5 പ്രാവശ്യം വീണ്ടും 4 ശിഷ്ടം അല്ലെ? 40 5 പ്രാവശ്യം ഒരു പൂജ്യം. സോ 2550 ആണ് 10% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇപ്പൊ എത്രയായിരിക്കും 100% ഓഫ് കോസ്റ്റ് പ്രൈസ്? 100% ഓഫ് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കും അല്ലേ? 2550 ഒരു പൂജ്യം കൂടി ദാറ്റ് ഈസ് 25,500 രൂപയായിരിക്കും ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനം. 25,500 രൂപയാണ് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ്. അത് 20% നഷ്ടത്തിന് വിൽക്കുമ്പോഴാണ് 20,400 രൂപയ്ക്ക് വിൽക്കേണ്ടി വരിക. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? An article is sold for rupees 62,500 at a profit of 24%. അല്ലേ? What is the cost price of the article എന്ന് പറയുന്നത്? ഇവിടെ 62,500 രൂപയ്ക്ക് വിറ്റപ്പോൾ എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് അല്ലേ? സെല്ലിംഗ് പ്രൈസ് 62,500 ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ഇവിടെ ലാഭമാണ്. ലാഭം എന്ന് പറയുന്നത് 25% ലാഭം. 25% ലാഭം എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക? ആലോചിച്ച് നോക്കി. 25% ലാഭം എന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിയ വിലയുടെ 125%-നായിരിക്കും വിലയുണ്ടാവുക. കാരണം 100% കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണല്ലോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന സാധനം. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിന് 100% പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 24% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ. അപ്പൊ 100 പ്ലസ് 25 125% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് എത്രയെന്ന് പറയുന്നത്? 62,500 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? ഇവിടെ 125 നമുക്ക് 25% ആക്കാൻ പറ്റും. അല്ലെങ്കിൽ വേണമെങ്കിൽ 125 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടും? 1% കിട്ടും അല്ലെ? നമുക്ക് 1% ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 1% ഓഫ് കോസ്റ്റ് പ്രൈസ് 62,500 ഡിവൈഡഡ് ബൈ 125 അല്ലെ? നമുക്കറിയാം 125 625 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം പോവും അല്ലെ? 125 ഇൻറ്റു 5 ആയിരിക്കും 625 എന്ന് പറയുന്ന സാധനം. പിന്നെ 2 പൂജ്യം. അപ്പൊ 1% എന്ന് പറയുന്നത് 500 ആണെങ്കിൽ 100% എന്ന് പറയുമ്പോൾ 2 പൂജ്യം കൂടെ എഴുതിയാൽ പോരെ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 500 2 പൂജ്യം ദാറ്റ് ഈസ് 50,000 രൂപയ്ക്ക് ആയിരിക്കും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുക. അതിന്റെ 25% ലാഭത്തിന് വിറ്റപ്പോഴായിരിക്കും 62,500 രൂപയ്ക്ക് ഞാൻ വിറ്റിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? A trader buys some good for rupees 2,500. If the overhead expenses be 10% of the cost price, then at what price should it be sold to earn 12% എന്നാണ് ചോദ്യം. 2,500 രൂപയ്ക്ക് ഞാൻ ഒരു സാധനം വാങ്ങിച്ചു. എന്നിട്ട് ആ 2,500ന്റെ 12% ഞാൻ എന്തായിട്ട് മുടക്കി? അതിന്റെ ഓവർ ഹെഡ് എക്സ്പെൻസസ്, അതിന് വേറെ എന്തെങ്കിലും ചെലവോ? ഇപ്പൊ പെയിന്റ് അടിക്കണം, ഇപ്പൊ ഒരു സൈക്കിൾ ആണെങ്കിൽ അതിന് പെയിന്റ് അടിക്കാൻ മുടക്കി, അങ്ങനെ കേട്ടോ. അപ്പൊ ഓവർ ഹെഡ് എക്സ്പെൻസസ് പറഞ്ഞതാണ്. 10 രൂപ ശരിക്കും എനിക്ക് മൊത്തത്തിൽ ചെലവായി. 2,500ന്റെ 10% പറയുമ്പോൾ 250 കൂടെ ചെലവായി. ഇപ്പൊ എനിക്ക് മൊത്തത്തിൽ ചെലവായിക്കണം എത്രയാണ്? 2,750 രൂപയാണ്. ഈ 2,750 രൂപയുടെ സാധനം 12% പ്രോഫിറ്റിന് വിൽക്കണമെങ്കിൽ 2,750ന്റെ 12% അല്ലെങ്കിൽ 112% കണ്ടുപിടിച്ചാൽ മതി. എത്രയായിരിക്കും 2,750ന്റെ 12%? 2,750ന്റെ 10% എന്ന് വെച്ചാൽ 275 അല്ലേ? 1% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 1% എന്ന് വെച്ചാൽ 27.5 ആണ് അല്ലെ? 2 സ്ഥാനം മാറ്റി ഉത്തരം 27.5 എന്നല്ലേ വായിക്കാം. അപ്പൊ അതിന്റെ ഇരട്ടി 27.5ന്റെ ഇരട്ടി എത്രയാ? 27ന്റെ ഇരട്ടി 54.5ന്റെ ഇരട്ടി 1 അപ്പൊ 55 അല്ലെ? അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്രയാ നോക്കൂ? 5 5 10 ബാക്കി 1 5 1 6 7 13 5 18 ബാക്കി 1 അല്ലെ? 2 1 3 7 3 10 ബാക്കി 1 എത്ര വരിക? 3,080 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടാം? 12% പ്രോഫിറ്റ് കിട്ടാം. ഇത്രയും രൂപ ചെലവാക്കി കഴിഞ്ഞിട്ട്. അപ്പൊ 3,080 ആയിരിക്കും അവിടെ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു അല്ലേ പ്രാവശ്യം ഇട്ടത്. ഇനിയുള്ള 14 സെഷൻസിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയാം. കാരണം നമുക്ക് എക്സാം അടുത്ത് വരുന്നു. അപ്പൊ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കൂടി ഒന്ന് ക്ലിയർ ആക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്താ? ഇയർ വൈസ് പെർസെന്റേജ് ഡീറ്റെയിൽസ് ഓഫ് 2 കമ്പനീസ്. 2018 മുതൽ 2023 വരെയുള്ള എ എന്ന് പറയുന്ന കമ്പനിയുടെയും പി എന്ന് പറയുന്ന കമ്പനിയുടെയും പെർസെന്റ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഈ പെർസെന്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
പ്രോഫിറ്റ് പെർസെന്റേജ് നമ്മുടെ കമ്പനിയുടെ കേസിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാം? സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും അല്ലല്ലോ അവിടെ ഉണ്ടാവുക. അവിടെ എന്താ ഉണ്ടാവുക? അവിടെ എക്സ്പെൻഡിച്ചറും എന്തുണ്ടാവും? സെയിൽസും ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറും ഇൻകവും ഉണ്ടാവും അല്ലെ? ഇൻകവും എക്സ്പെൻഡിച്ചറും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവും. സോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിന് പുറത്തായിരിക്കും ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവുക? അപ്പോൾ അവിടെ എന്തിന് പുറത്തായിരുന്നു? നമ്മൾ ആലോചിച്ചേ, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ എന്തിനെ ഇക്വേറ്റ് ചെയ്യാം? ഇൻകമിന് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സാധനം വിറ്റ് അതിന്റെ പൈസ എന്റെ കമ്പനിയിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് അഥവാ ഇൻകം എന്ന് പറയുന്ന സാധനം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെലവാക്കുന്ന പൈസയാണ് അല്ലെ? ഞാനൊരു സാധനത്തിന് വേണ്ടി ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കിയ പൈസയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് വിളിക്കുക. അപ്പോ ഇവിടെ എക്സ്പെൻഡിച്ചർ ആണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ശരിക്കും പ്രോഫിറ്റ് അഥവാ പ്രോഫിറ്റ് പെർസെന്റേജ് ഈ ഒരു കേസിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഇക്വേഷൻ എന്തായിരിക്കും? എന്തിന്റെ ഇതായിരിക്കും നമ്മൾ ഇതാക്കിയിട്ടുണ്ടാവുക? പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും അല്ലെ? ഡിവൈഡഡ് ബൈ എന്തിന് പുറത്തായിരിക്കും? എക്സ്പെൻഡിച്ചറിന് പുറത്ത്. കാരണം അവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന സാധനം ഇവിടെ എന്താണ്? എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100. ഈ സാധനം ആയിരിക്കും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അപ്പൊ ഡിവൈഡഡ് ബൈ എക്സ്പെൻഡിച്ചർ ഇൻറ്റു 100 ആണ് പ്രോഫിറ്റ് പെർസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അപ്പൊ എക്സ്പെൻഡിച്ചറിന്റെ ഇത്ര പെർസെന്റേജ് എന്നുള്ളതായിരിക്കും പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് 2018 കമ്പനി എയിൽ 40% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് എത്ര എക്സ്പെൻഡിച്ചർ ചെലവായോ ആ എക്സ്പെൻഡിച്ചറിന്റെ പെർസെന്റേജ് 40% ആയിരിക്കും അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം. എക്സ്പെൻഡിച്ചറിന് 40%. എന്തിനല്ല? ഇൻകമിന്റെ അല്ല കേട്ടോ. എക്സ്പെൻഡിച്ചറിന് 40% ആയിരിക്കും അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പെൻഡിച്ചറിന് 25% ആയിരിക്കും കമ്പനി ബിയിൽ 2018 പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാലോ. എങ്ങനെയാണ് നമ്മളിവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ഒക്കെ കണ്ടുപിടിക്കുക? ഇൻകം കണ്ടുപിടിക്കാൻ എന്തൊക്കെ തമ്മിൽ കൂട്ടിയാൽ മതി? ഇൻകം ഇസ് ഇക്വൽ ടു എങ്ങനെയായിരിക്കും? ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും അല്ലെ? പ്രോഫിറ്റും എക്സ്പെൻഡിച്ചറും കൂടെ ചേർത്ത സാധനമായിരിക്കും ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു അല്ലെ? പ്രോഫിറ്റ് ഇസ് ഇക്വൽ ടു ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആയിരുന്നു. ആ മൈനസ് എക്സ്പെൻഡിച്ചർ ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആയത് കേട്ടോ. അപ്പൊ പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ് ഇൻകം. എക്സ്പെൻഡിച്ചർ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് പറയും? അപ്പൊ പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ് ഇൻകം. അപ്പൊ ഞാൻ ആലോചിക്കെ, കമ്പനി എയുടെ 2018 ഇൻകം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചറിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിന്റെ 100% ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സപ്പോസ് ആ ഒരു കേസ് മാത്രം ഒന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിന്റെ 100% ആണ്. 100% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സാധനം. ആൻഡ് പ്രോഫിറ്റ് എത്രയാണ് 2018? 40% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 പ്ലസ് 40, 140% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതിന്റെ? 2018 കമ്പനി എയുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 140% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. 140% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും 2018 കമ്പനി എയുടെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റിനിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു ബേസ് ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി ക്വസ്റ്റിനിലേക്ക് പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ഇൻ ദ ഇയർ 2021 2021 എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി എ വാസ് ഈക്വൽ ടു ദി എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി ബി. സപ്പോസ് ഇ എന്ന് പറയുന്ന ഒരു എക്സ്പെൻഡിച്ചർ ആണ് കമ്പനി എക്ക് ഉണ്ടായത് എന്ന് വിചാരിക്കാം. നമുക്ക് അറിയില്ല എത്രയാണ്. സപ്പോസ് എക്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എക്സ് ആണ് രണ്ട് കമ്പനിയുടെ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ എടുക്കണം. അപ്പൊ എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി എ അല്ലെ ഇൻ 2021 is equal to expenditure of company B in 2021. കമ്പനി ബി എന്ന് പറയുന്നത് അത് നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇനി ആലോചിച്ചേ, അങ്ങനെയാണെങ്കിൽ അവിടെ റേഷ്യോ ഓഫ് ദ റെസ്പെക്റ്റീവ് ഇൻകംസ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇൻകംസ് ഒന്ന് കാണാം അല്ലെ? നമ്മൾ പറഞ്ഞതിനനുസരിച്ച് 2021 കമ്പനി എയുടെ ഇൻകം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60% ആണെങ്കിൽ അവിടുത്തെ ഇൻകം എത്രയായിരിക്കും? ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എക്സ്പെൻഡിച്ചർ അല്ലെ? എക്സ്പെൻഡിച്ചറിന്റെ 100% എക്സ്പെൻഡിച്ചർ. അങ്ങനെ എക്സ്പെൻഡിച്ചറിന്റെ 60% ആണ് അവിടുത്തെ പ്രോഫിറ്റ്. അപ്പൊ അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ അല്ലെ? എന്ന് വെച്ചാൽ 60% ഓഫ് എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫുൾ 100%. അപ്പൊ 100% പ്ലസ് 60%, 160% ഓഫ് എക്സ്പെൻഡിച്ചർ. ആ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഇവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ 160% ഓഫ് എക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്ന സാധനം? കമ്പനി എയുടെ ആ ഒരു വർഷത്തെ ഇൻകം എന്ന് പറയുന്ന സാധനം അല്ലെ? ഇപ്പൊ എത്രയാണ്? 160%. ഇവിടെ
160% ആയിരിക്കും അല്ലെ. അപ്പൊ കമ്പനി എയുടെ ഇൻകം ഡിവൈഡഡ് ബൈ കമ്പനി ബിയുടെ ഇൻകം ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോ അത് 120% ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി, ഡിവൈഡഡ് ബൈ കമ്പനി ബിയുടെ എത്രയായിരിക്കും ആലോചിച്ചേക്ക്, 45% എക്സ് ആണ് ആ കമ്പനി ബിയുടെയും എക്സ്പെൻഡിച്ചർ. സോ ആ 100% ഓഫ് എക്സ്പെൻഡിച്ചർ പ്ലസ് 45% ഓഫ് എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് 145% ഓഫ് എക്സ് ആയിരിക്കും വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ വെട്ടിപ്പോകും അറിയാം, എക്സും വെട്ടിപ്പോവും, പെർസെന്റേജും വെട്ടിപ്പോവും. 160ഉം 145ഉം വെട്ടി ചെറുതാക്കുമ്പോൾ 160ലും 145ഉം എന്ത് കോമൺ ആയിട്ട് പോവും, 5 പോവും അല്ലെ. 16ൽ 5 എത്ര പ്രാവശ്യം പോവും, 5 15, ബാക്കി 1 ശേഷം 10 എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം, 32. 145ല് 14ല് 5 എത്ര പ്രാവശ്യം പോവും, 2 പ്രാവശ്യം, 25 45ൽ എത്ര പ്രാവശ്യം, 9 പ്രാവശ്യം. സോ 32:29, 32:29 ആണ് ഇവിടുത്തെ എയും ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകമുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 32:29. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മളിങ്ങനെ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓക്കെ ആണല്ലോ. ഈ ഒരു ലെവലിലാണ് നമ്മൾ എയും ബിയും തമ്മിലുള്ള കമ്പനികളുടെ ഇൻകം റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 60% ആണ് അവിടുത്തെ പ്രോഫിറ്റ് എങ്കിൽ അവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് എന്തിന്റെ 60% ആയിരിക്കും പ്രോഫിറ്റ്, എക്സ്പെൻഡിച്ചറിന്റെ 60% ആയിരിക്കും പ്രോഫിറ്റ്. അപ്പോൾ അവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് 160% എക്സ്പെൻഡിച്ചർ ആയിരിക്കും എന്നുള്ള ഒരു സാധനം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റും എക്സ്പെൻഡിച്ചറും കൂടെ കൂട്ടിയതാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറിന് ഇത്ര പെർസെന്റേജ് ആണ്, അതിനോടൊപ്പം എക്സ്പെൻഡിച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ 100% കൂടെ കൂട്ടും, എക്സ്പെൻഡിച്ചറിന്റെ 100% കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ 100% പ്ലസ് എത്രയാണ് അവിടെ വരുന്നത്, അപ്പൊ 40% ആണെങ്കിൽ 100% പ്ലസ് 40%, 140% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും അവിടുത്തെ ഇൻകം എന്ന് പറയുന്ന സാധനം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഇൻ ദ ഇയർ 2023, 2023 കണക്കാണ് നമുക്ക് പറഞ്ഞത് അല്ലെ. ഇൻകം ഓഫ് കമ്പനി ബി വാസ് റുപ്പീസ് 70 crore അല്ലെ. 70 കോടി രൂപയാണ് കമ്പനി ബിയുടെ ഇൻകം. 40% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് കമ്പനി ബിയുടെ പ്രോഫിറ്റ്, പ്ലസ് ഇൻകം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക, എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ 40% പ്ലസ് 100% ഓഫ് എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് 140% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് അല്ലെ. 140% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് എത്ര കോടി, 70 കോടി എന്ന് പറയുന്ന സാധനം അല്ലെ. ഇത് 2023 കേസിൽ. അപ്പൊ ചോദ്യം എന്താണ്, എക്സ്പെൻഡിച്ചർ എത്രയാന്നുള്ളതല്ലേ. അപ്പൊ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 100% ഓഫ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചാൽ പോരെ, ഒന്നുകിൽ 40% കുറയ്ക്കണം അല്ലെ. അപ്പൊ 140%ത്തിലേക്ക് കുറച്ചും കൂടി ബെറ്റർ നമുക്ക് ഒരു 7 വെച്ച് ഹരിച്ചാൽ 20%ത്തിലേക്ക് പോകും, അല്ലെങ്കിൽ 14 വെച്ച് ഹരിച്ചാൽ നമുക്ക് എത്രയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, 10%ത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ 7 വെച്ച് ഹരിക്കാം അല്ലെ. 10% ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10% ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 70/7. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, എന്തിന്റെ, എക്സ്പെൻഡിച്ചറിന്റെ 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 140/7 എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലെ. 20% ആണ്. അപ്പൊ 20% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ 100% എന്ന് വെച്ചാൽ ഇൻറ്റു 5 ഗുണിച്ചാൽ പോരെ. അപ്പൊ 100% ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 5 50 കോടി ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്ന സാധനം, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സാധനം. സോ എത്ര കോടിയാണ്, 50 കോടി ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ എന്താണ്, ഇൻ ദ ഇയർ 2022, 2022 അല്ലെ. ഇവിടുത്തെ ക്വസ്റ്റിനിൽ 2022 കേസാണ് പറഞ്ഞിരിക്കുന്നത്. 2022 ഇഫ് ദ ഇൻകം ഓഫ് കമ്പനി ബി വാസ് റുപ്പീസ് 52 crore അല്ലെ. കമ്പനി ബിയുടെ ഇൻകം എന്ന് പറയുന്ന സാധനം 52 കോടി. അപ്പൊ നമുക്കൊന്ന് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാം. പിന്നെ എന്താ പറഞ്ഞത്, ആൻഡ് ദ എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് ബോത്ത് കമ്പനീസ് എ ആൻഡ് ബി ആർ സെയിം എന്നാ പറഞ്ഞത് അല്ലെ. എന്റെയും ബിന്റെയും എന്ത് സെയിം ആണ്, എക്സ്പെൻഡിച്ചേഴ്സ് സെയിം ആണ്. അപ്പൊ നമുക്ക് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം അല്ലെ. 2022 എക്സ്പെൻഡിച്ചർ നമുക്ക് കണ്ടുപിടിക്കണം കമ്പനി ബിയുടെ കേസിൽ. അപ്പൊ നമുക്കറിയാം 30% ആണ് അവിടെ പ്രോഫിറ്റ് എങ്കിൽ 100% ഓഫ് എക്സ്പെൻഡിച്ചർ പ്ലസ് 30% ഓഫ് എക്സ്പെൻഡിച്ചർ, 130% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും ഇൻകം അല്ലെ. അപ്പൊ ആ 130% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് 130% ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി ബി ഇൻ 2022 ആണ് എത്ര കോടി എന്ന് പറയുന്ന സാധനം, അവിടുത്തെ ഇൻകം ആയിട്ടുള്ള 52 കോടി എന്ന് പറഞ്ഞാൽ. ഇൻകം എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ പ്ലസ് എന്താണ്, പ്രോഫിറ്റ് ആണല്ലോ. പ്രോഫിറ്റ് 30%, എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ 100%. സോ 100% പ്ലസ് 30%, 130% ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് 52. ബൈ 13 ചെയ്താലാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക, 10% കിട്ടുക അല്ലെ. 10% ഓഫ് എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും, 130/13. 52/13 എന്ന് പറയുമ്പോൾ എത്ര വരും, 4 അല്ലെ. ഇപ്പൊ 100% എത്രയായിരിക്കും, 100% ഓഫ് എക്സ്പെൻഡിച്ചർ അഥവാ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും, 4 ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, 40 കോടി രൂപയായിരിക്കും അവിടുത്തെ എക്സ്പെൻഡിച്ചർ അല്ലെ. അപ്പൊ ഈ 40 കോടി രൂപയാണ് കമ്പനി എയുടെ എക്സ്പെൻഡിച്ചർ എന്നാ പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഓഫ് ബോത്ത് കമ്പനീസ് എ ആൻഡ് ബി ആർ സെയിം എന്നാ പറയുന്നത്. അപ്പൊ ആ 40 കോടിയുടെ 45% അവിടെ കിട്ടിയിരിക്കുന്ന എന്തെന്ന് പറയുന്ന സാധനം, പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെ. 40 കോടിയുടെ 45% നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, 40 കോടിയുടെ 45% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, 40 കോടിയുടെ 50% എന്ന് പറയുമ്പോൾ 20 കോടി, അതിനൊരു 5
ഇത് കുറയ്ക്കാം അല്ലെ? അപ്പൊ 50% മൈനസ് 5% ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 45% കിട്ടും അല്ലെ? അപ്പൊ 40 കോടിയുടെ 50% എന്ന് പറയുമ്പോൾ 20 കോടി മൈനസ് 2 കോടി. 20 മൈനസ് 2 കോടി എത്രയാണ്? 18 കോടി രൂപയായിരിക്കും അവിടുത്തെ ഇൻകം. ഏതിലത്തെ? സോറി, 18 കോടി രൂപയാണ് ലാഭം. അപ്പൊ 18 കോടി പ്ലസ് എത്ര? 40 കോടിയും കൂടെ അല്ലെ? അപ്പൊ അവിടുത്തെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതായത് ഇൻകം എന്ന് പറയുന്ന സാധനം എന്തൊക്കെ കൂട്ടിയതായിരിക്കും? പ്രോഫിറ്റ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ? 40 കോടിയാണ്. എക്സ്പെൻഡിച്ചർ എത്രയാണ് അവിടെ? 18 കോടിയാണ് അല്ലെ? ഇപ്പൊ 40 സോറി എക്സ്പെൻഡിച്ചർ സോറി പ്രോഫിറ്റ് 18 കോടിയും എക്സ്പെൻഡിച്ചർ 40 കോടിയാണ്. അപ്പൊ 40ഉം 18ഉം കൂട്ടാം 58 കോടി രൂപയായിരിക്കും അവിടുത്തെ ഇൻകം എന്ന് പറയുന്ന സാധനം. ഇനി ചോദ്യം എന്താ? വാട്ട് വാസ് ദ ആവറേജ് ഓഫ് ഇൻകം ഫോർ ദ കമ്പനീസ് എ ആൻഡ് ബി? ഇപ്പൊ നമുക്ക് കമ്പനി ബിയുടെ അറിയാം, കമ്പനി എയുടെ അറിയാം. കമ്പനി എയുടെ 52 കോടിയും കമ്പനി ബിയുടെ 52 കോടിയും കമ്പനി എയുടെ 58 കോടിയാണ്. രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര കിട്ടാം? 5 5 10 1 11 പറയുമ്പോൾ 110 കോടി എന്ന് കിട്ടും. അപ്പൊ ആവറേജ് കാണാൻ പറഞ്ഞാൽ ബൈ 2 എത്ര കിട്ടാം? 55 കോടി രൂപയായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്ന സാധനം? അവിടെ ആവറേജ് ഇൻകം ഓഫ് ബോത്ത് ദ കമ്പനീസ് എ ആൻഡ് ബി എന്ന് പറയുന്ന സാധനം. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ഓഫ് കമ്പനി എ ഇൻ 2019 ആൻഡ് 2023 is 4:3 അല്ലെ? റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സിന്റെ റേഷ്യോ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് 4:3 റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 4x ആണ് ആദ്യത്തെ കമ്പനിയുടെ എന്ത്? 2019 കമ്പനി എയുടെ എക്സ്പെൻഡിച്ചർ അല്ലെ? 2023 കമ്പനി എയുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എക്സ് ആയിരിക്കും? 3x ആയിരിക്കും അല്ലെ? ഇപ്പൊ 4x കമ്പനി എയുടെയും കമ്പനി ബിയുടെ 3x ആയിരിക്കും അല്ലെ? ഇനി ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? then the income of company A in 2019 is % more than the income of company A in 2023 എന്നാ പറയുന്നത്. നമുക്ക് ഇൻകമുകൾ കാണിക്കണം അല്ലെ? കമ്പനി എയുടെ 2019 ഇൻകം എത്രയായിരിക്കും? കമ്പനി എയുടെ 2019 ഇൻകം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇതാണ് കമ്പനി എയുടെ 2019 എന്ത്? നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4x ആണ്. അതിന്റെ 25% എന്ന് പറയുമ്പോൾ 4xന്റെ 25% പ്ലസ് 100% അല്ലെ? ഇപ്പൊ എത്ര വരിക? 125% ഓഫ് 4x ആയിരിക്കും അല്ലെ? അപ്പൊ 125% ഓഫ് 4x എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 125% ഓഫ് 4x എന്ന് പറയുമ്പോൾ 125/100 × 4x കിട്ടും. നമുക്കതറിയാം 100ഉം 125 എന്തിൽ പോവും? 25ൽ പോവും അല്ലെ? സോ ഇവിടെ 5 പ്രാവശ്യം, ഇവിടെ 4 പ്രാവശ്യം, ആ 4 വെട്ടിപ്പോയ 5x ആയിരിക്കും ഇവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റേ ഇൻകമോ 2019 ഇൻകം ആണ് 5x. 2023 ഇൻകം എത്രയായിരിക്കും നമുക്ക് നോക്കാം. അത് എത്രയാ? 30. 2023 കമ്പനി എയുടെ ഇൻകം എന്ന് പറയുന്നത് 50% അല്ലെ? എന്തിന്റെ 50%? 3xന്റെ 50% പറയുമ്പോൾ 150% അല്ലെ? അപ്പൊ 3xന്റെ 150%. 150/100. 0 വെട്ടിപ്പോവും. 15ഉം 10 എന്തിൽ പോവും? 5ൽ പോവും അല്ലെ? 3 2 എന്ന് കിട്ടും. അപ്പൊ 3 × 3 എന്ന് പറഞ്ഞാൽ 9x/2 എന്ന് പറയും. 9x/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4.5x ആണ് അല്ലെ? 4.5x ആണ് ഇവിടുത്തെ സാധനം. ഓക്കെ ആണല്ലോ? അപ്പൊ 5x ആണ് ആദ്യത്തേല്, രണ്ടാമത്തേല് 4.5x ആണ് വരുന്നത്. അപ്പൊ ഇനി നമുക്കറിയാം എങ്ങനെയാണ് ഇവരുടെ ഡിഫറൻസ് കാണാം? That means the income of company in 2029 is % more than എന്ന് പറയുമ്പോൾ എത്ര % ആണ് കൂടുതൽ? 2023 5x ആയിരുന്നു. 2019 2023 4.5x ഉള്ളൂ. എത്ര കൂടുതൽ? 0.5x കൂടുതൽ. 0.5x ഡിവൈഡഡ് ബൈ നമ്മൾ ആരെ വെച്ചാൽ പറയുന്നത്? 2023 കേസ് വെച്ചിട്ടാണ്. അത് 4.5x ആണ് into 100 ആയിരിക്കും വരിക. നമുക്ക് ഇങ്ങനെ പോയിന്റ് വരികയാണെങ്കിൽ രണ്ട് പോയിന്റുകളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. സോ ദാറ്റ് മീൻസ് 5x/45x into 100 എന്ന് വരും. അതിൽ എന്തൊക്കെ വെട്ടിപ്പോവും? എക്സും എക്സും വെട്ടിപ്പോവും അല്ലെ? എക്സും എക്സും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 5/45 എന്ന് കിട്ടും. 5/45 പറയുമ്പോൾ നമുക്കറിയാം 1/9. ദാറ്റ് ഈസ് 100/9% ആയിരിക്കും ഇവിടുത്തെ ആൻസർ. 100/9% നമുക്ക് 11/1/9% എന്ന് എഴുതാം. പക്ഷെ ഓപ്ഷനിൽ നമുക്ക് 100/9% ആയതുകൊണ്ട് 100/9% കൂടുതലായിരിക്കും എന്നുള്ളത് എഴുതാം. ക്ലിയർ അല്ലേ? ഇത്രയും ചോദ്യങ്ങളായി ഒരു ചോദ്യം കൂടി അല്ലേ? ഈ ചോദ്യം കൂടെയുണ്ട്. എന്താണ് ചോദ്യം? കമ്പനി ബിയില് ഇഫ് ദ ഇൻകം ഇൻ ദ ഇയർ 2018 വാസ് ഈക്വൽ ടു ദ എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇയർ 2020. കമ്പനി ബിയുടെ കേസിൽ ഫോർ കമ്പനി ബി എന്ന് പറയുമ്പോൾ 2018 ഇൻകം എന്ന് പറയുന്ന സാധനം അല്ലെ? 2018 ഇൻകം എന്ന് പറയുന്നത് എന്തായിരിക്കും? 25% എന്ന് പറയുമ്പോൾ 125% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും കേട്ടോ. 125% ഓഫ് expenditure of 2018 in B അല്ലെ?
ബിയിലെ 2018 125% ഓഫ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ആ എന്തിന് ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കണേ? വാസ് ഈക്വൽ ടു ദി എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇയർ 2020. 2020 കമ്പനി ബിയുടെ എക്സ്പെൻഡിച്ചറിന് ഈക്വൽ ആണെന്നാ പറഞ്ഞത്. കമ്പനി ബിയുടെ എക്സ്പെൻഡിച്ചർ എത്രയാ നമുക്ക് അറിയില്ല. സോ എക്സ്പെൻഡിച്ചർ നമുക്ക് അവിടുത്തെ കേസിലെ എക്സ്പെൻഡിച്ചർ ഇൻ 2020 എന്ന് നമുക്ക് എടുക്കാം. Then what was the ratio of income of B in 2018 to that in 2020 എന്നാണ് ചോദ്യം. 2018 ഇൻകവും 2020 ഇൻകവും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം 125% ഓഫ് ഇ ആണ് 2020 എക്സ്പെൻഡിച്ചർ, അതായത് 2018 എക്സ്പെൻഡിച്ചർ എത്രയാണോ അതിന്റെ 125% 2020 എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സാധനം അല്ലെ. ആൻഡ് നമുക്കറിയാം 2020 എന്ന് പറയുമ്പോൾ 150% ഓഫ് ആ സാധനമാണ് വരിക അല്ലെ. അപ്പൊ 150% ഓഫ് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ 150% നമുക്ക് 150/100 എന്ന് എഴുതാം കേട്ടോ. അപ്പൊ 150/100 ഇൻറ്റു അല്ലെ 125% എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? 125/100 ഇൻറ്റു എക്സ്പെൻഡിച്ചറിന് നമ്മളിപ്പോ തൽക്കാലം ഇ എന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഏതിലെ 2018 എക്സ്പെൻഡിച്ചറിന് ഇ എന്ന് എടുക്കുകയാണെങ്കിൽ ആ 2018 എക്സ്പെൻഡിച്ചറിന്റെ 125% 2020 എക്സ്പെൻഡിച്ചർ, അതിന്റെ 150% ആ വർഷത്തെ ഇൻകം അല്ലെ. അപ്പൊ നമ്മൾ എഴുതി, കാരണം 50% എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അത് എഴുതി ഡിവൈഡഡ് ബൈ താഴെ 2018 2020 തമ്മിലുള്ള റേഷ്യോ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം മുകളിൽ എഴുതേണ്ടത് എന്തായിരുന്നു? ഒരു മിനിറ്റ്, ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് മുകളിൽ എഴുതേണ്ടത് നമ്മുടെ ആദ്യത്തെ വർഷത്തെ 2018 ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 125% എന്ന് വെക്കുമ്പോൾ 125/100 ഇൻറ്റു എക്സ്പെൻഡിച്ചർ ഈ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെയാണ് നമ്മൾ ഈ സാധനം എഴുതേണ്ടത്. അതായത് 2020 ഇൻകം എന്ന് പറയുന്നത് 2018 ഇൻകമിന്റെ 150% ആണ് അല്ലെ. എന്ന് വെച്ചാൽ 2018 ഇൻകം ആണ് 2020 എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 150/100 ഇൻറ്റു 125/100 ഇൻറ്റു എന്ത് വരും? എക്സ്പെൻഡിച്ചർ എന്നുള്ള ലെവൽ വരും. ഇതിൽ എന്തൊക്കെ വെട്ടിപ്പോവും? 125/100 ഇൻറ്റു എക്സ്പെൻഡിച്ചർ 125/100 ഇൻറ്റു എക്സ്പെൻഡിച്ചർ വെട്ടിപ്പോവില്ലേ? എന്താണ്ടാവുക? 1/150/100 ആണ് ഉണ്ടാവുക. അപ്പൊ 150/100 നമുക്ക് തിരിച്ചിടാൻ പറ്റില്ലേ? എന്ത് വരും? 1 ഇൻറ്റു 100/150 എന്ന് വരും. ദാറ്റ് ഈസ് 100/150. 100/150 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 150 എന്ത് പോവും? 50 പോവും അല്ലെ. 100 50 2 പ്രാവശ്യം, 150 50 3 പ്രാവശ്യം. സോ 2:3 ആയിരിക്കും ഇവിടെ റേഷ്യോ എന്ന് പറയുന്ന സാധനം. എത്രയായിരിക്കും ആൻസർ? 2:3. ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം ഇവിടെ പഠിച്ചു വെക്കേണ്ട ഒരൊറ്റ കേസേ ഉള്ളൂ. ഇഫ് സപ്പോസ് 50% ഓഫ് 50% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എക്സ്പെൻഡിച്ചറിന്റെ 150% ആയിരിക്കും എന്നുള്ള സാധനം മനസ്സിലാക്കും. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം ആ ഒരു ലെവലിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയിരുന്നു. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ആഴ്ചയിൽ ചോദ്യത്തിന്റെ ഉത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.